മൂവി ക്യാമറയെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ ഫസ്റ്റ് ക്യാമറ എൻ്റെ തോളത്ത് വെച്ചു. അപ്പോൾ എനിക്ക് ഫോട്ടോയാണോ അത്? അതെ. അപ്പോൾ 50 വർഷം കറക്റ്റ്. ഒരു ഭയങ്കര ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് പെയിൻറ്റിങ് പോലെ തോന്നിയ ഒരു മനസ്സിലൊന്ന് ചെയ്യാൻ തോന്നുമ്പോൾ ഒരു ക്യാമറ വയ്ക്കുമ്പോൾ ഒരു ഷോട്ട് എടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യരുതെന്ന് തീരുമാനിച്ചിട്ട് ഒരാൾ എന്നെ ഒന്ന് വാൺ ചെയ്ത് ഇത് ഷൂട്ട് ചെയ്യരുത്, ഗവൺമെൻറ് കുത്ത എന്നെ വിളിച്ചു. ഞാൻ ക്യാമറയിൽ ഇങ്ങനെ കണ്ണ് വെച്ചിട്ട് ഒരു കണ്ണ് തുറന്ന് ജസ്റ്റ് ഈ കണ്ണ് തുറന്ന് പോകുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നു. സമ്മാനം മുഴക്കി ഇങ്ങനെ ഒരു സ്റ്റോറി ചെയ്യാൻ. അതിനെയാണ് സുരാജ് വെഞ്ഞാറുപാട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ സിനിമയിൽ വന്നിട്ടില്ല പുള്ളി. സ്വർണ്ണത്തമ്പോലാണ് ഒരു ആഡ്, നവ്യ എല്ലാം ഞാൻ തന്നെ കൊണ്ടുവന്നു. ഒഴിവ് സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഐഡിയ ആലോചിക്കുക. പത്രങ്ങളുടെ ആഡിന് വേണ്ടി തിലകമാഷിയെ കൊണ്ടുവന്നു. കലണ്ടർ ഇന്ന കലണ്ടർ തന്നെ വേണം പറയില്ലേ, തന്നെ വേണം. നമുക്ക് ടെലിവിഷനിൽ കണ്ടിട്ട് അത് വിളിച്ച് അപ്രിഷിയേഷൻ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തു. നമുക്ക് സിനിമ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് 5 ജനറേഷൻ കൂടെ ഞാൻ വർക്ക് ചെയ്തത്. ഞാൻ തുടങ്ങിയപ്പം 19 വയസ്സാണ്. ഫസ്റ്റ് ഡയറക്ടർ രാമണ്ണാൻ പറയുന്ന ഡയറക്ടർ. അപ്പോൾ ഞാൻ ഒരു ഹോട്ടലിൽ പോയപ്പോൾ മണി അങ്ങനെ കണ്ണ് പിടിച്ച് മേളിൽ കയറ്റിയിട്ട് മാറ്റുന്നില്ല. എനിക്ക് പേടിയാകാൻ തുടങ്ങി. 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറയും മണി മതി മാറ്റുന്നു. ഇല്ല സാർ പോകുന്ന പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സംസാരിക്കും. ഒരു പ്രത്യേക ടോൺ ഇൻ്റർനാഷണൽ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ടോണിൽ ചേട്ടൻ പോകുന്നത് വിളയാടുന്നത്. അങ്ങനെ പറഞ്ഞപ്പം എനിക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. ഞാൻ 2 ഷോട്ട് എടുത്തിട്ട് കാണിക്കാം, അങ്ങനെയൊക്കെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെ ഉണ്ടാവും. അധികം പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ല. മലയാള സിനിമയുടെ മികച്ച കുറേ ഫ്രെയിമുകൾ നമുക്ക് സമ്മാനിച്ച അഴകപ്പൻ സാറാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. അപ്പം ഞാൻ ആദ്യം തുടങ്ങുന്നത് തന്നെ ഒരു സിനിമാറ്റോഗ്രാഫർ എന്ന നിലയിൽ സാറിന് എന്താണ് വിജയം എന്ന് തോന്നുന്നത്? അതായത് ഒരു സിനിമ കണ്ടിട്ട് പ്രേക്ഷകൻ അതിലെ ക്യാമറ കൊള്ളാം എന്ന് പറയുന്നതാണോ, അതല്ലെങ്കിൽ ക്യാമറ മറന്നു പോയിട്ട് ആ സിനിമ ആസ്വദിക്കുന്നതാണോ ഒരു സിനിമാറ്റോഗ്രാഫർ എന്നുള്ളത്? ക്യാമറ അതിൽ ബ്ലണ്ടായിരിക്കുന്നത്. അതായത് ക്യാമറയ്ക്ക് വേണ്ടി സിനിമ കാണുന്നതിലും ആ സ്റ്റോറിക്ക് കണ്ടന്റ്ക്ക് ഇത് സൂട്ടബിളായിട്ട് ആ സിനിമാറ്റോഗ്രാഫർ ചെയ്തിട്ടുണ്ടോ, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാ ചിന്തിക്കും. അല്ലാതെ ഒരു സിനിമാറ്റോഗ്രാഫിക്ക് വേണ്ടി 1-2 ഷോട്ട് വേണമെങ്കിൽ സിനിമയിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് എടുക്കും. ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ടോട്ടാലിറ്റി വരുമ്പോൾ ഒരു 90% കഥയ്ക്ക് വേണ്ടിയുള്ള സിനിമാറ്റോഗ്രാഫി ചെയ്ത പടങ്ങളാണ് എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതാണ് ഇഷ്ടപ്പെടുന്നതും അടുത്ത ആൾ ചെയ്യുമ്പോൾ അത് ലൈക്ക് ചെയ്യുന്നത്. സാർ എങ്ങനെയാണ് ഈ സിനിമ ക്യാമറ ഇതിലോട്ടേക്കൊരു ഇഷ്ടം തോന്നുന്നതും വരുന്നതും ഒക്കെ? ഇത് ഒരു ബൈ ചാൻസ് ആണ്. കാരണം ഇതൊരു സിനിമാറ്റോഗ്രാഫർ ആവണമെന്നൊരു ഇത് എടുത്തിട്ടില്ല. ഒരു എന്താ പറയുക, ഒരു മനസ്സിലൊരു അങ്ങനെ ഒരു ചിന്തയെ ഉണ്ടായില്ല. എൻ്റെ ഫാദർ ഒന്ന് ഫിസിക്സ് ടീച്ചറായിരുന്നു. അപ്പം നമ്പിനാരായണൻ സാറുടെ ടീച്ചറായിട്ട് ടീച്ചറായിരുന്നു. അപ്പം നമ്പിനാരായണൻ കാണുമ്പോഴൊക്കെ പറയും മൈ ബെസ്റ്റ് ടീച്ചർ, ഐ നെവർ ഫർഗറ്റ്. അച്ഛനൊക്കെ എന്താണെങ്കിൽ എന്നെ ഒരു എൻജിനീയർ ആക്കണം ഒരാഗ്രഹം, അമ്മയ്ക്ക് ഡോക്ടർ ആക്കണമെന്ന്. അന്ന് പേരൻസ് അല്ലേ ചൂസ് ചെയ്യുന്നത് മക്കൾ എന്താവണമെന്ന്. എൻ്റെ മനസ്സിൽ ഞാൻ ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ സെൽഫായിട്ട് നിൽക്കാൻ അറിയണമെന്ന്. ഒരു ഗവൺമെൻറ് സർവൻ്റായിട്ട് പോയി ജോലി ചെയ്ത് ശമ്പളം വാങ്ങി പെൻഷൻ ആവുന്നത്, അങ്ങനെ ഒരു ചിന്തയെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവുമെന്നും പറഞ്ഞപ്പം എനിക്ക് എൻജിനീയറിംഗ് കിട്ടാതെ വന്നപ്പോൾ ഞാൻ BSc ഫിസിക്സിൽ തന്നെ ജോയിൻ ചെയ്തു. അച്ഛൻ്റെ അതേ ഫിസിക്സ് ലൈനിൽ പോകാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നത് കേട്ടിട്ട് പലരും പറഞ്ഞ് ദർ ആർ മെനി ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ചെന്നൈ. അടയാർ ക്യാമ്പസിൽ തന്നെ 14 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ച അങ്ങനെ ഒരു ക്രിയേറ്റീവായിട്ട് സെൽഫായിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാറ്ററിംഗ് ടെക്നോളജി ഒരു ഷെഫ് ആവാമെന്ന് വിചാരിച്ചു. കാരണം അമ്മയുടെ കൂടെ ഒരുപാട് ഞാൻ കുട്ടിക്കാലത്തിൽ ഹെൽപ്പ് ചെയ്യും. അമ്മ കുക്ക് ചെയ്യുന്നതൊക്കെ വന്ന ആളുകൾക്ക് അപ്രിഷിയേഷന് ഞാൻ ഇതുവരെ ഒരു ഫുഡ് കഴിച്ചിട്ട് ഓംപ്ലേറ്റ് ഇതിൻ്റെ ഡിഫറെൻ്റ് വട ഇട്ട് കഴിഞ്ഞിട്ട് കൊടുത്താൽ അയ്യോ ഇതെന്ത് ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൊള്ളാമല്ലോ, അമ്മയ്ക്ക് ഞാൻ പാത്രം കഴുകി കൊടുക്കുക, കൂടെ അസിസ്റ്റൻ്റ് പോലെ നിൽക്കും. അപ്പം
ഒരു ഷെഫാവാം, ഒരു അങ്ങനെ ഒരു മോട്ടിവേഷൻ മാത്രം ആദ്യം വന്ന്. അപ്പോൾ എൻ്റെ ഒരു ചിറ്റപ്പൻ, എൻ്റെ ചിറ്റപ്പൻ പറഞ്ഞ അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പോൾ, നിനക്ക് ആ ക്യാമ്പസ് ഫിലിം ടെക്നോളജി കൊണ്ട് പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് സ്ട്രൈക്കായി. ഞാൻ ചെയ്ത ഒരു ഫോട്ടോ ഭയങ്കര അപ്രിഷിയേഷൻ കിട്ടിയ ഫോട്ടോ, കന്യാകുമാരിയിൽ പോയിട്ട് സൺസെറ്റ് ടൈമിൽ എൻ്റെ വലിയച്ഛൻ്റെ ക്യാമറ അല്ലേ, ക്ലിക്ക് 3 ക്യാമറ അല്ലേ. ക്ലിക്ക് 3 പറയുന്നത് നമ്മൾ അനങ്ങാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, കരയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ക്യാമറ വെച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിൽ ഇങ്ങനെ നിർത്തിയിട്ട് നമ്മൾ ഓടി നിൽക്കുന്ന അതാണോ? അതുപോലെയുള്ള ബോക്സ് ക്യാമറ. അപ്പോൾ ആ ക്യാമറ വെച്ചിട്ട് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിലൊരു കല്ലിൻ്റെ ഒരു റിഫ്ലക്ഷനിൽ സ്റ്റാർ പോലെ എന്തോ ഒരു എഫക്റ്റ് വന്നു. അപ്പോൾ അത് സ്റ്റുഡിയോക്കാരൻ പ്രിൻ്റ് ചെയ്തപ്പോൾ ഇത് ആരെടുത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, സൺസെറ്റും ഉണ്ട്, ഒരു സ്റ്റാറും മുമ്പും ഉണ്ട്. ഇത് അൺഎക്സ്പെക്റ്റഡ് കിട്ടിയതാണ്. പിന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് പൂനെയിലിരുന്ന് എൻ്റെ വലിയച്ഛൻ എനിക്കൊരു കത്ത് എഴുതി. അന്ന് കത്തല്ലേ, എടാ നിൻ്റെ ഫോട്ടോഗ്രാഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫർ ഭയങ്കര അപ്രിഷിയേഷൻ ചെയ്തിരുന്നു. അങ്ങനെ വന്നപ്പം നാട്ടിൽ വരുമ്പോൾ ആ ഫോട്ടോഗ്രാഫ് കാണിക്കുകയും ചെയ്തു. അത് മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഫോട്ടോഗ്രാഫി പഠിച്ചാൽ കൊള്ളാന്ന്. ഇത് ഏതാ പ്രായം ഏതാണ്? അന്ന് 15 വയസ്സ്, 15 വയസ്സ് അല്ല 14 കഴിഞ്ഞതായിരിക്കും. SSLC കഴിഞ്ഞ് 15 വയസ്സായിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ, അപ്പം അങ്ങനെയാണ് ഫോട്ടോഗ്രാഫി പഠിച്ചാലോ ആള്. അപ്പോൾ ഈ വന്ന അങ്കിളും പറഞ്ഞ്, നീ അവിടെ ഫിലിം ടെക്നോളജി പോയാൽ ഒരുപാട് ടെക്നോളജി ഉണ്ട്, സൗണ്ട് ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, ക്യാമറ ഉണ്ട്. ഞാൻ അടുത്ത ക്യാമ്പസിൽ എൻജിനീയറിങ് പഠിച്ചതാണ് ഗിണ്ടിയിൽ. സോ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഭയങ്കര ക്രിയേറ്റീവ് ജോബാണ്. സോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഭാവിയിൽ നിൽക്കാൻ പറ്റും, പിന്നെ ഗവൺമെൻറ് ജോബൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് VSSCയിലൊക്കെ അവിടെ പഠിച്ചവർക്ക് ജോലി കിട്ടുമായിരുന്നു, നമ്മുടെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാണ്. അപ്പോൾ അതെല്ലാം ആലോചിച്ചിട്ട് ഞാനത് അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ഇയറിൽ പോയിട്ട് ഒന്നും മനസ്സിലായില്ല. കാരണം തിയറി ഫുള്ള് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിക്കണം. അന്ന് സിനിമ മേക്കിംഗ് വന്നിട്ട് ഭയങ്കര ക്ലോസ് ടു കെമിസ്ട്രി അറിയണം, ഫിസിക്സ് അറിയണം, മാത്തമാറ്റിക്സ് അറിയണം. കാരണം ഇത് ഓപ്റ്റിക്കൽ, പിന്നെ കെമിക്കൽസ് ഉണ്ട്, പിന്നെ അതിൻ്റെ കാൽക്കുലേഷൻ ഉണ്ട്, മാത്തമാറ്റിക്സ്. സോ ഈ ഒരു ടെക്നോളജിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൗ ടു യൂസ് ദ ലെൻസ്, അത് ലെൻസ് കിട്ടുന്ന പെർസ്പെക്റ്റീവ്, അതെല്ലാം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ആലോചിച്ച് എന്തിനാ കെമിസ്ട്രി പഠിക്കണം, എന്തിനാ ഇതിന്. അവിടെ പോയി പ്രോസസ്സിങ് ടെക്നോളജി ആയിരുന്നല്ലോ, ഡിജിറ്റൽ പോലെ അല്ലല്ലോ പ്രോസസ്സിങ്. അപ്പോൾ കെമിക്കലെ പറ്റി അറിയണം. സോ ഹൗ ടു മിക്സ് എ കെമിക്കൽ, ഹൗ ടു ഹാൻഡിൽ യുവർ നെഗറ്റീവ് ഡെവലപ്പിംഗ്, ഇതെല്ലാം അറിയാൻ വേണ്ടിയാണ് ഈ കെമിക്കൽസ്. അപ്പോൾ കെമിക്കൽസിൻ്റെ പേര് അറിയണം. ഞാൻ സാറിന്റെ ഇൻസ്റ്റഗ്രാമിൽ പഴയ ഫോട്ടോ കണ്ടു, ഒരു ക്യാമറ പിടിച്ച് നിൽക്കുന്ന ഒരു 50 years ബാക്ക്, അങ്ങനെ എന്തോ പറഞ്ഞു. അത് അടയാറിൽ വെച്ചിട്ട്, അടയാറിൽ നിന്ന് സെക്കൻഡ് ഇയർ വരുമ്പോൾ, ഫസ്റ്റ് ഇയറിൽ നമ്മൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയാണ്, സെക്കൻഡറിലാണ് മൂവി ക്യാമറ ടച്ച് ചെയ്യാൻ നമ്മൾ അലോ ചെയ്യും. അപ്പോൾ മൂവി ക്യാമറയെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ ഫസ്റ്റ് ക്യാമറ എൻ്റെ തോഴത്ത് വെച്ചു. അപ്പോൾ എനിക്ക് ഫോട്ടോയാണോ? അതെ തന്നെ. അപ്പോൾ 50 വർഷം കറക്റ്റ് ജൂൺ മാസമായിരുന്നു. 1976 എൻ്റെ. ഇപ്പം 2026. ബൈ ചാൻസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 50 years മൂവി ക്യാമറ തുടങ്ങിയത്. മൂവി ക്യാമറ പിടിച്ചിട്ട് 50 വർഷം. അപ്പോൾ അതിൻ്റെ ഡയറക്ടറായിട്ട് വന്നത് ഒരു കശ്മീരി ആയിരുന്നു. അപ്പോൾ കന്യാകുമാരി ടു, ഐ എം ഫ്രം കന്യാകുമാരി ഡിസ്ട്രിക്ട്, ഈസ് ഫ്രം കാശ്മീർ. അപ്പോൾ കന്യാകുമാരി ടു കാശ്മീർ ദ ക്യാമറ കണക്ട്, അങ്ങനെ ഒരു ടൈറ്റിൽ. അപ്പോൾ അത് എല്ലാവരും ഭയങ്കര ത്രില്ലായിരുന്നു, മൂവി ക്യാമറ തോളിൽ വയ്ക്കുക ഒരു അവസരം കിട്ടിയതാണ്. ഈ ബൈ ചാൻസ് ഇതിനൊട്ടത്തേക്ക് വന്നു എന്ന് പറഞ്ഞു. പക്ഷെ അടയാറിലെ ഒരു പഠിത്തവും അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഭാവിയിൽ സിനിമ തന്നെയാണ് എൻ്റെ വഴിയാണെന്ന്. സിനിമ സെക്കൻഡ് ഇയർ വന്നപ്പോൾ മലയാള സിനിമ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി വരുന്നത് മലയാള സിനിമയും ബംഗാളി ഫിലിമാണ്. അത് തമിഴ് ഫിലിം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആർട്ടിസ്റ്റിക്കോ അല്ല പേഴ്സണൽ ഫിലിമോ അങ്ങനെ പറയുന്ന ഫിലിമല്ല. ദീസ് ഫിലിംസ് ആർ കോൾഡ് അവാർഡ് വിന്നിങ് ഫിലിംസ്. അങ്ങനെയാണ് സ്വയംവരം കണ്ടു, നമ്മുടെ KG ജോസ് സാറിൻ്റെ പടം കണ്ടു, പിന്നെ അരവിന്ദൻ സാറിൻ്റെ പടം. ഇതൊക്കെ അവിടെ വന്നിട്ട് പഠനത്തിൻ്റെ ഇത് ഡിസ്കഷന് വേണ്ടി വയ്ക്കുന്നതാണ്. ആ ഫിലിമൊക്കെ കണ്ടപ്പോൾ കൂടുതൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത്, ഞാൻ തമിഴ് പടത്തിൽ അങ്ങനെ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഉണ്ടെങ്കിലും ഒരു ഭയങ്കര ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് പെയിൻറ്റിങ് പോലെ തോന്നിയ ഒരു ഇമേജസ് ആയിരുന്നു.
അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് മലയാള പടവും ബംഗാളി ഫിലിമുണ്ട്. ബംഗാൾ പോകാൻ പറ്റില്ല, ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. മലയാളം കുറച്ചൊക്കെ അറിയുന്നുണ്ട്. മലയാളത്തിൽ വരാൻ ഒരു തീരുമാനം എടുത്ത് അന്ന് എടുത്ത തീരുമാനമാണ് വീണ്ടും മലയാളം വരാൻ പറ്റിയത്. അപ്പൊ സാറിന് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോഡ് ഫാദർ ഇല്ല, പക്ഷെ സാർ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായല്ലോ സാറിന്. ഇപ്പം ജേർണലിസ്റ്റ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് സിനിമയിലോട്ട് വന്നു, സംവിധാനം ചെയ്തു, സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പം, അങ്ങനെ പല മേഖലകളിലുണ്ട്. അപ്പം സാറിന് അങ്ങനെ സ്വാധീനിച്ച ആരെങ്കിലും ഉണ്ടോ, വ്യക്തി ഏതെങ്കിലും നമ്മുടെ ട്രാവലിംഗില് നമ്മുടെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഒരുപാട് പേരുണ്ടാവും, ഒരാളെ പറയാൻ പറ്റില്ല. എന്നെ പഠിപ്പിച്ച അറസ്റ്റ് സാറിനുണ്ട്, അതാണ് ആദ്യത്തെ ഗുരു. അദ്ദേഹം ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സിനിമാറ്റോഗ്രാഫിയിലെ സക്സസ് ആവാനുള്ള ടിപ്സൊക്കെ പറഞ്ഞു തന്നത്. പക്ഷെ അത് മെയിനായിട്ട് ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത്, ചെയ്യാൻ പാടില്ലാത്തത്. അപ്പം പുള്ളി പറഞ്ഞ് ഞാനത് പഠിപ്പിച്ച് തരാൻ കാരണം, നിങ്ങൾ ഇത് മനസ്സിലിരുന്ന് ചെയ്യാൻ തോന്നുമ്പോൾ, ഒരു ക്യാമറ വയ്ക്കുമ്പോൾ, ഒരു ഷോട്ട് എടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യരുതെന്ന് തീരുമാനിച്ചിട്ട് അപ്പോൾ വേറെ ഒരു പുതിയ ചിന്ത വരുമെന്ന് പറഞ്ഞു. അതൊരു ലെസണായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് വരാൻ പാടില്ല, ഇത് വന്നാൽ നന്നായിരിക്കും എന്നുള്ള ചൂസ് ചെയ്യാനുള്ള മനസ്സുണ്ടാവും. പിന്നെ എൻ്റെ സീനിയറായിട്ട് പഠിച്ച റോബർട്ട് എന്നൊരു സിനിമാറ്റോഗ്രാഫർ, അദ്ദേഹത്തിൻ്റെ വർക്കും അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് പോകും എന്നെ ഭയങ്കര സ്വാധീനിച്ചു. പിന്നെ ഡെഫിനറ്റ്ലി വിൻസെൻ്റ് മാഷ്, പിന്നെ സത്യജിത്രയുടെ ക്യാമറമാൻ സുബ്രഹ്മണ്യ, അങ്ങനെ കുറേ പേര്, നിമായി ക്വസ്റ്റനൊരു സിനിമാറ്റോഗ്രാഫറുണ്ട്. അങ്ങനെ പല സിനിമാറ്റോഗ്രാഫർ. യങ് സ്റ്റേജ് ആയിരുന്ന അന്ന് മധു അമ്പാട്ട് സാറായിരുന്നു. പുള്ളിയുടെ ഇതൊക്കെ കാണുമ്പോൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് പെയിൻറ്റിങ് പോലെയാണ് പുള്ളിയുടെ. അപ്പോൾ അതൊക്കെ ഒരു ലെസൺ, എന്താ, പഠനമായിരുന്നു നമുക്ക്. സാറ് ദൂരദർശനിൽ വീഡിയോ ജേർണലിസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ ഒരു ഇതിൽ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഒരു സ്റ്റോറി എടുക്കാൻ വേണ്ടി പോകുമ്പം ആ ഒരു സ്റ്റോറി മാത്രം എടുത്തിട്ട് വരില്ല, വേറെ 2-3 സ്റ്റോറിയോ സൈഡ് സ്റ്റോറി എടുത്തിട്ടാണ് വരിക. അപ്പൊ ഈ ക്രിയേറ്റർ എന്നുള്ള ഒരു മൈൻഡിലായിരിക്കുമല്ലോ. ഇപ്പം അല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണം എടുത്തിട്ടെങ്കിൽ പോന്നാൽ മതി, അത് വേറെ എന്തെങ്കിലും സൈഡിൽ വേറെ സ്റ്റോറികൾ കാണുന്നത് പിക്ക് ചെയ്യുന്നു. അപ്പൊ ഈ സംവിധായകൻ എന്നുള്ള ഒരു സംവിധായകനാകണം, അങ്ങനത്തെ ഒരു തോട്ട് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നോ? അത് വരാൻ കാരണം അന്ന് റിപ്പോർട്ടർ എന്നൊരു പോസ്റ്റ് ഇല്ലായിരുന്നു ദൂരദർശനിൽ. അപ്പൊ സിനിമാറ്റോഗ്രാഫർ തന്നെ പോകുന്ന ക്യാമറമാൻ, ടെലിവിഷൻ ക്യാമറമാൻ. സാറ് അതുകൊണ്ട് മാത്രമാണോ? അങ്ങനെ ആയിരിക്കില്ലല്ലോ. ഓരോ സ്റ്റോറി പോകുമ്പോൾ നേരത്തെ അപ്പോൾ റിപ്പോർട്ടേഴ്സ് ഇല്ലാതെ കൊണ്ട് ക്യാമറമാൻ അവർക്ക് ഇന്നവർ തന്നെ നാളെ എന്ത് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ അടുത്ത ആഴ്ച എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള സ്റ്റോറി വായിച്ചു നോക്കും. ഇതെവിടെയാണ് നടക്കുന്നത്, അതെ ആ സ്ഥലത്തിൽ എന്താ വേറെ ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, എല്ലാ ക്യാമറമാനും ടെലിവിഷനിൽ ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു ഗവൺമെൻറ് സെർവൻറ്റ് ഞാൻ എന്നെ ട്രീറ്റ് ചെയ്തില്ല. സോ എനിക്കൊരു ജോബ്, ക്രിയേറ്റീവ് ജോബ് കിട്ടിയിട്ടുണ്ട്. അതൊരു ന്യൂസ് ക്യാമറമാൻ പോകുമ്പോൾ അതിലേ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ പോയ ഉടനെ ഞാൻ ലോക്കൽ ആളുകളായിട്ട് ഭയങ്കര കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ 11 o'clock പ്രോഗ്രാമൊക്കെ വിളിക്കുകയാണെങ്കിൽ മേ ബി ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു MLA പ്രോഗ്രാമായിരിക്കും. പക്ഷെ ഞാനൊരു 40-50 മിനിറ്റ്സ് മുമ്പ് തന്നെ പോകും. അപ്പോൾ എൻ്റെ അസിസ്റ്റൻസും എൻ്റെ കൂടെ വർക്കുന്ന സൗണ്ട് കടിച്ച് എന്തിനാ സാർ അവിടെ പോയി ഇരിക്കണമെന്ന്, അല്ല എന്തെങ്കിലും കാര്യമുണ്ടെന്ന് അവിടെ പോകും. അവിടെ പോയി ലോക്കൽ തട്ടുകടയിലോ ചായക്കടയിലോ അവിടെ പോയി ഇരിക്കുമ്പോൾ, ചേട്ടാ ഇവിടെ വേറെ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നു, അത് ഇങ്ങനെ ഒരു സ്കൂൾ കുട്ടിയുണ്ട്, അതിന് ഒരു കഥ എന്തെങ്കിലും അവർ പറഞ്ഞാൽ എന്തെങ്കിലും കഥയുണ്ടോ അങ്ങനെ സാർ അധികം പറയാത്തത്? കുറേ സ്റ്റോറീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ പോയ ആ ഒരു സ്റ്റോറി നമ്മളത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കും ആദ്യം. പറ്റി എന്തെങ്കിലും ക്യാമറ ചെയ്ത് കൗതുകമായിട്ട് അത് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിഷ്വൽസ് ഷൂട്ട് ചെയ്തിട്ട് അത് കണ്ടന്റ് എഴുതിയിട്ട് വന്നിട്ട് അവിടെ ന്യൂസ് എഡിറ്റർക്ക് കൊടുക്കും. ഇങ്ങനൊരു സംഭവമാണ് അവിടെ നിന്ന്. അപ്പോൾ അവരുടെ ക്രിയേറ്റിവിറ്റി ആഡ് ചെയ്തിട്ട് അത് സ്റ്റോറി ഉണ്ടാക്കി അത് അന്ന് ടെലികാസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇനി ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒരു നല്ല സ്റ്റോറി ആയിട്ട് ഇടയ്ക്ക് വിടാം. മേ ബി 1 minute or 1.5 minutes സ്റ്റോറി ഇപ്പോഴത്തെ ഒരു പാക്കേജ് ഒക്കെ മാക്സിമം. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയും പറഞ്ഞ് നമ്മുടെ ക്യാമറമാൻ അഴകപ്പൻ പകർത്തിയതാണ് എന്ന് പറഞ്ഞിട്ട് അത് പേരും വരും. അങ്ങനെയാണ് പേര് അറിയപ്പെടുന്നത് ടെലിവിഷനിൽ. ഇപ്പോൾ പിന്നെ സാർ ഇത് പറഞ്ഞല്ലോ, അങ്ങനെ ഇപ്പം ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പോലത്തെ ഒക്കെ സാർ ഞാനത് ചോദിക്കാം, സാർ ഒരുപാട് പറഞ്ഞതാണത്. അതല്ലാതെ അങ്ങനെ
സാറിനങ്ങനെ ഓർത്ത് വെക്കുന്നെങ്കിൽ അങ്ങനെ മനസ്സിൽ തട്ടിയ എന്തെങ്കിലും ഒരു ഒരു ബോംബ് ബ്ലാസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഒരു ബോംബ് ബ്ലാസ്റ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത കാര്യം. അത് ഞാൻ പറഞ്ഞു. ഈ മുക്സർ പറയുന്ന സ്ഥലത്തിൽ തുടങ്ങിയ ഒരു പ്രോഗ്രാം, പ്രീസ്റ്റിൻ്റെ ഇൻ്റർവ്യൂ. അവിടുത്തെ ഗുരുദ്വാറയുടെ പ്രീസ് വെളിയെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് സമാധാനം വേണം, നമ്മളെല്ലാവരും ഒന്നാണ്, ഇനി ഇന്ത്യക്ക് വേണ്ടി യൂണിറ്റി ആയിരിക്കണം എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരാൾ എന്നെ ഒന്ന് വാൺ ചെയ്ത് ഇത് ഷൂട്ട് ചെയ്തത് ഗവൺമെൻറ് കാ കുത്ത എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ഗവൺമെൻറ് കാ കുത്ത, ഗവൺമെൻറ് സാലറി വാങ്ങിക്കുന്നവർക്ക് ഗവൺമെൻറ് കാ കുത്ത തന്നെ, നന്ദിയോടെ ഇരിക്കുന്നത് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ നിന്ന് മാറണം പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഡ്യൂട്ടിയാണ്, ഞാൻ കർമ്മം ചെയ്താൽ പറഞ്ഞു. ചേട്ടാ ഒന്ന് വഴക്കുണ്ടാക്കല്ല പ്രാജി എന്ന് പറഞ്ഞു. പ്രാജി എന്ന് പറയുന്നത് പഞ്ചാബിലെ ചേട്ട. അങ്ങനെ വന്ന് ഷൂട്ടിങ് തുടങ്ങി. അപ്പം മറ്റേ പ്രീസ്റ്റ് പറഞ്ഞു അതുകൊണ്ട് മൈൻഡ് ചെയ്യണ്ട, അയാളെ ഒരു ലോക്കൽ ആൾ വിട്ടേക്ക് ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ ക്യാമറ എടുത്തുകൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായി, എന്തോ സംഭവിക്കാൻ പോകുമെന്ന് പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറും പറയുന്ന പ്രൊഡ്യൂസറും കൂടെ ഉണ്ട്. അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അവിടെ നിന്ന് വലിയ തൽവാർ എന്ന് പറഞ്ഞ് ആദ്യം എടുത്തിട്ട് ഓടി വരുന്നു എൻ്റെ മുമ്പ്. അപ്പോൾ എനിക്കൊരു ഇൻഡ്യൂഷൻ, ഞാൻ ക്യാമറയെല്ലാം ഇങ്ങനെ കണ്ണ് വെച്ചിട്ട് ഒരു കണ്ണ് തുറന്ന് ജസ്റ്റ് ഈ കണ്ണ് തുറന്ന് പോകുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നു, വലിയ തൽവാർ. അപ്പം ഞാൻ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ടെലിവിഷനിൽ മസ്റ്റാണ്. അപ്പം ഞാൻ എന്ത് വെച്ച് വീഴാൻ തീരുമാനിച്ചു. അയാൾ നേരെ വന്ന് കുത്തുന്ന മുമ്പ് ഞാൻ തന്നെ ബാക്കിലെ വീഴാൻ വേണ്ടി തന്നെ വീണു. ക്യാമറ അടക്കം ഞാൻ പോയി വീണപ്പം പുള്ളി വന്നപ്പോൾ കാല് വെച്ച് തട്ടി പുള്ളിയെ. തട്ടിയപ്പം പുള്ളി സ്കിപ്പായി വീണു. പിന്നെ ആർമി ഒന്ന് പുള്ളിയെ പൊക്കി കൊണ്ടുപോയി. അപ്പോൾ ആ ഇൻസിഡൻറ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ സംഭവിച്ചാണ്. അപ്പോൾ ഇന്ന് ടെലിവിഷനിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പഠിച്ചത് ഇമ്മീഡിയറ്റ് പ്രസൻസ് ഓഫ് മൈൻഡ്, എപ്പോഴും നമ്മൾ അവിടെ തന്നെ ഇരിക്കണം, കോൺസെൻട്രേഷനും ഒരു കണ്ണ് എപ്പോഴുമേ വിജിൽ വേണം എന്നുള്ളത്. അത് പല ഷൂട്ടിങ്ങിൽ പോകുമ്പോൾ അത് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് അന്നത്തെ ഇൻസിഡൻറ്റ്. സാർ ഇപ്പോഴത്തെ ന്യൂസ് ചാനലൊക്കെ കാണലുണ്ടോ? ഇപ്പൊ ന്യൂസ് ചാനലൊക്കെ കാണാറുണ്ടോ? അപ്പൊ ആ സാറിന്റെ സമയത്ത് വീഡിയോ ജേർണലിസം ഇപ്പോഴത്തെ വീഡിയോ ജേർണലിസവും തമ്മിലുള്ള ഒരുപാട് മാറി. ഇപ്പൊ കൂടുതൽ ഗ്രാഫിക്സ് അങ്ങനെ ഇതൊക്കെയാണ്. അതിന്റെ അങ്ങനെ ഒരു വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡെഫിനറ്റ് ടെക്നോളജി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ടെക്നോളജിയിലെ ഒരുപാട് അപ്ഡേറ്റ് ക്യാമറ വന്നിട്ട് സ്റ്റോറി ടെല്ലിങ്ങിൽ ഞാൻ ന്യൂസ് കവറേജ് പോയാലും നമ്മൾ നെഗറ്റീവ് സ്റ്റോറിക്കാണ് ന്യൂസ് കവറേജിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ അത് പോസിറ്റീവ് സ്റ്റോറി ഇത് ബാലൻസ് ചെയ്യാനായിട്ട്, കാരണം ആളുകളുടെ മൈൻഡ് സൈക്കോളജി ഇങ്ങനെ പലർക്കും പല പ്രോബ്ലംസ്. അന്ന് നമ്മൾ കാശില്ലെങ്കിൽ ജീവിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും കാശ് വേണം, കാരണം ഫെസിലിറ്റീസ് എല്ലാവരും ആവശ്യപ്പെടുന്നു. അപ്പോൾ ആ ടൈമിൽ നമുക്ക് നെഗറ്റീവ് സ്റ്റോറി വരുമ്പോൾ അവർ ഇപ്പം ക്രൈം സ്റ്റോറീസ് ഒരുപാട് എല്ലാ ചാനലുകൾക്ക് നല്ല റീച്ചും കാര്യങ്ങളും. അതിൻ്റെ കാരണം ക്രൈം സ്റ്റോറി ടെലിവിഷനും സിനിമവും ഭയങ്കര യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ക്രൈം ചെയ്യാം, അതൊരു തെറ്റല്ല, കാരണം അവർ പോകുന്ന തിരിച്ച് ജാമ്യം എടുത്തിട്ട് വെളിയിൽ വരുന്നു. അപ്പോൾ അത് ഡെയിലി അവർ ഡേ ടു ഡേ ലൈഫിൽ ബാഡ് തിങ്സ് അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള സ്റ്റോറിക്ക് ആവശ്യമുണ്ടോ, ഇത്രയ്ക്ക് പറയണോ, അതൊരു പബ്ലിഷ് അത് റിപ്പീറ്റഡായി വന്നുകൊണ്ടിരിക്കുന്നത്. റിപ്പീറ്റ് ടെലികാസ്റ്റ് വളരെ തീരെ കുറവായിരുന്നു. നല്ല സ്റ്റോറി മാത്രം റിപ്പീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഒരേ ഒരു ക്രൈം സ്റ്റോറി 3 പ്രാവശ്യം എല്ലാ ചാനലിലും നമ്മൾ കാണുന്നത് റിപ്പീറ്റഡായിട്ട്. അപ്പോൾ അത് എവിടെയോ ഒരു മാനസികമായിട്ട് യൂത്തിന് ഒരു മനസ്സിന് ഒരു ഡിസ്റ്റർബ്ഡ് അല്ല, അവർ ഇത് ചെയ്ത തെറ്റല്ലല്ലോ, നമുക്ക് ഊരി വരാമല്ലോ എന്നൊരു തെറ്റായ ചിന്ത വന്നു. ന്യൂസ് കവറേജ് പോകുന്ന ടൈമിൽ ന്യൂസ് മാത്രമല്ല, അതിലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. അത് കുറച്ച് മിസ്സിംഗ് ആണ്. പിന്നെ സാറ് കുറെ പരസ്യങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ 2.5 മണിക്കൂർ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതും കുറച്ച് സെക്കൻഡ്സ് മാത്രമുള്ള പരസ്യങ്ങൾ ചെയ്യുന്നതും, അത് എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചും കൂടെ ചാലഞ്ചിങ് എന്ന് തോന്നുന്നു. ഈ ഇത്ര സെക്കൻഡ്സിനുള്ളിൽ ഒരു ഐഡിയ ഫുള്ള് കൺവേ ചെയ്യണമല്ലോ. അതിന്റെ ഒരു എങ്ങനെയാണ് അതിലേക്ക് പോകുന്നത് പരസ്യ സംവിധാനം? ചെറിയ സ്റ്റോറി ടെലിവിഷനിൽ ചെയ്തുകൊണ്ടിരുന്നില്ലേ, അത് ഗുണം ചെയ്തു. ചെറിയ 30 സെക്കൻഡ്സ് സ്റ്റോറി, 1 മിനിറ്റ് സ്റ്റോറി, അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് ടെലിവിഷനിൽ പല പ്രവർത്തനം ചെയ്തുകൊണ്ട്. അപ്പോൾ ഒരു ചെറിയ ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് റിയലിസ്റ്റിക്കായി ചെയ്തതാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഗ്ലാമറസ് ചെയ്ത
ആഡ് വന്ന് പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പത്രങ്ങളായ മാതൃഭൂമിക്കും മനോരമയ്ക്കും എത്രയോ വർഷങ്ങളായിട്ട് ക്യാമറമാൻ വർക്ക് ചെയ്തു. അവരുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ സമ്മാന മഴ എന്നൊരു അതിൻ്റെ ടീം പോലും എൻ്റെ കണ്ടൻറ്റാണ്. ഞാൻ ചുമ്മാ എഴുതി അയച്ചു മാതൃഭൂമിക്ക്, അവർ സെലക്ട് ചെയ്ത് ഏതൊരു സ്റ്റോറി അയച്ച് ഇങ്ങനെ അവിടെ ഒരു ഹെഡായിരുന്ന ആൾക്ക് ഇങ്ങനെ എൻ്റെ മനസ്സിൽ വന്നു സമ്മാന മഴയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി ചെയ്യാൻ. അതിനെയാണ് സുരാജ് വെഞ്ഞാറമൂട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിനിമയിൽ വന്നിട്ടില്ല പുള്ളി. ഈവൻ ഇവിടെ മമ്മൂക്കയുടെ ആ ഒരു പടമല്ലേ അൻവർ റഷീദ് ചെയ്ത മലയാളം പഠിപ്പിക്കാൻ വേണ്ടി പോയില്ലേ ട്രിവാൻഡ്രം ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി പോയത്. അതിനു മുമ്പ് ഈ ആഡിൽ ട്രിവാൻഡ്രം ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അതേപോലെ സ്വർണ്ണത്തമ്പോലാന്ന് ഒരു ആഡ്, അതിൽ കാവ്യ നവ്യ എല്ലാം ഞാൻ തന്നെ കൊണ്ടുവന്ന്. അപ്പോൾ അതിൽ ചെറിയ കണ്ടന്റ് കൊടുത്തോണ്ട് മനോരമ അത് നോക്കിയിട്ട് അത് എഡിറ്റോറിയലിൽ പോയിട്ട് ഫൈനലി ഒഴിവ് സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ക്രിയേറ്റിവിറ്റി ചിലപ്പോൾ വർക്ക് ചെയ്യും. പിന്നെ ഇവരുടെ മറ്റേ ജ്വല്ലറി ആഡ്സ് ഒരുപാട് ചെയ്തു. ജ്വല്ലറി ആഡ്സ് തുടക്കകാലത്തിൽ അതിൽ അവർ സിനിമയിലൊക്കെ ആണെങ്കിൽ പേര് കാണിക്കില്ല, ആഡില് ഇപ്പോഴാണ് ആഡിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാന്നൊക്കെ നമ്മൾ അറിയാം. ഫിലിം പീപ്പിൾ ഒരുപാട് പേരെ ഞാൻ ടെലിവിഷനിലിരുന്ന് മറ്റേ ഈ ആഡ് ഫിലിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പത്രങ്ങളുടെ ആഡിന് വേണ്ടി തിലകമാഷിയെ കൊണ്ടുവന്നു. കലണ്ടറിന്റെ ഇന്ന കലണ്ടർ തന്നെ വേണം പറയില്ലേ, തന്നെ വേണം. സോ അങ്ങനെയൊക്കെയുള്ള ആഡ് ഒരു 1 ഡേ ഷൂട്ടായിരിക്കും അല്ലെ 2 ഡേ ഷൂട്ടായിരിക്കും. പക്ഷെ അതിൽ ഭയങ്കര ക്രിസ്പായിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ പഠിക്കണം. അതാണ് എൻ്റെ ടെലിവിഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ ഒരു ഗുണം. അതെ, മമ്മൂക്ക ടെലിവിഷനിൽ കണ്ടിട്ട് അത് വിളിച്ച് അപ്രിഷിയേഷൻ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യും, നമുക്ക് സിനിമ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് 5 ജനറേഷൻ കൂടെ ഞാൻ വർക്ക് ചെയ്തത്. ഞാൻ തുടങ്ങിയപ്പം 19 വയസ്സാണ്. ഫസ്റ്റ് ഡയറക്ടർ രാമണ്ണൻ പറയുന്ന ഡയറക്ടർ. അപ്പോൾ ഞാൻ ഒരു ഹോട്ടലിൽ പോയപ്പോൾ മണി അങ്ങനെ കണ്ണ് പിടിച്ച് മേളിൽ കയറ്റിയിട്ട് മാറ്റുന്നില്ല. എനിക്ക് പേടിയാകാൻ തുടങ്ങി. 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറയും മണി മതി മാറ്റുന്നില്ല. ഇല്ല സാർ പോകുന്ന പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സംസാരിക്കും, ഒരു പ്രത്യേക ടോൺ ഇൻ്റർനാഷണൽ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ടോണിൽ ഞാൻ ചേട്ടൻ പോകുന്നത് വിളയാടുന്നത് അങ്ങനെ പറഞ്ഞപ്പം എനിക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. ഞാൻ 2 ഷോട്ട് എടുത്തിട്ട് കാണിക്കാം, അങ്ങനെയൊക്കെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെ ഉണ്ടാവും.